ഒരു കാര്യം പറയട്ടെ. ഇന്നലെ എനിക്ക് മെഡിക്കൽ കോളേജ് വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു. അതായത് ഒരു പേഷ്യന്റിന്റെ കൈ കട്ടായിട്ട് രണ്ട് മിഡിൽ ഫിംഗറും ഈ പറഞ്ഞ റിംഗ് ഫിംഗറും കട്ടായിട്ട് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഈ പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോയത്. കാഷ്വാലിറ്റി കൊണ്ട് ചെന്നിട്ട് ഡോക്ടർ കാണാൻ വേണ്ടി വരാനായിട്ട് പോലും എടുത്ത് 2 മണിക്കൂർ. ആദ്യം ഒരാൾ വന്നു, കാഷ്വാലിറ്റിയിൽ കാര്യം ഡീറ്റെയിൽസ് ഒക്കെ എഴുതി, ശേഷം എക്സ്റേക്ക് സജസ്റ്റ് ചെയ്ത് എക്സ്റേ എടുത്തിട്ട് വന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 1.5-2 മണിക്കൂർ, ഏകദേശം 1.25 മണിക്കൂർ ആയപ്പോഴാണ് ഞങ്ങളെ എവിടുന്ന് പ്രൊസീജിയർ റൂമിന്റെ അവിടുന്ന് പേഷ്യന്റിന്റെ, അതായത് പ്രൊസീജിയർ റൂമിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അവിടെ നിന്ന് നമ്മളെ അകത്തേക്ക് കയറ്റുന്നത്, പ്രൊസീജിയർ റൂമിന്റെ അകത്തേക്ക് കയറ്റി എന്താണ് കാര്യം എന്ന് നോക്കണത് 1.25-2 മണിക്കൂർ എടുത്ത്. ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഇന്നലെ ആ പേഷ്യന്റിന്റെ ഒരു കൈ കട്ടായിട്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ കൈ കട്ടായി കഴിഞ്ഞാൽ ആ കട്ടായ പാർട്ട് എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് സ്റ്റെറൈലായിട്ടൊരു സാധനത്തിനകത്ത് ഇട്ടിട്ട് നമ്മൾ കൊണ്ടുപോകും, ഐസിലിട്ട് കൊണ്ടുപോകും. എന്തിനത് തുന്നിച്ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ തുന്നിച്ചേർക്കാൻ കൊണ്ടുപോയ സാധനത്തെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് അത് കുഴപ്പമില്ല, ഇവിടെ കുറച്ച് സമയം എടുക്കും, നിങ്ങളത് കൈ വെച്ച് തരുന്നു. ഇത് സമയം കഴിയുന്തോറും ഇതിനകത്തുള്ള ബ്ലഡ് ഫ്ലോയും സെൽസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് റീ അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ അങ്ങനത്തെ ഉള്ള കേസിന് അവർ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. സിംപ്ലി ദേ ആർ അവോയ്ഡിങ്. അതായത് ഒരു മാങ്ങാത്തൊലിയും ഇല്ല കേരളത്തിൽ. ഏറ്റവും വലിയ മറ്റേ എന്തൊരു ഏറ്റവും വലിയ പിന്നെ മാങ്ങയാണ്, തേങ്ങയാണ്, പട്ടിയാണ്, പട്ടിയുടെ അതെന്നൊക്കെയാണ് പറയുന്നത്. ദേ നെവർ, എന്താ പറയാ, അവർ മാനിക്കത്തില്ല. അതായത് ഒരു കൈ കട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്തെന്നറിയോ? അയ്യോ, ഇവിടെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള വലിയ കേസുകൾ ഇതിന്റെ മേളിൽ നടക്കുകയാണ്, അവിടുന്ന് തമ്പുരാന്മാർ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് എന്ന്. ഫക്ക് ദം മാൻ, ഫക്ക് ദം. ബിക്കോസ് ഒരു കൈ കട്ടായ ഒരു പേഷ്യന്റ് വന്ന് അയാളെ ഇത്രയും പെട്ടെന്ന് എക്സ്റേ എടുത്ത് അയാളെ കൊണ്ടുവന്ന് ആ പാർട്ട് കൊണ്ടുവന്ന് തുന്നിക്കെട്ടി എടുക്കാനല്ല അവർ ശ്രമിക്കുന്നത്. അവരതിൻ്റെ ഇടയിൽ എക്സ്ക്യൂസസ് പറയണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു കോമഡിയും കൂടെ. കട്ടായ തുമ്പ് അവർ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കട്ടായ തുമ്പ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അതിന്റെ ഈ ഒരു പോർഷൻ വെച്ച് കട്ട് ചെയ്ത് കളയണമെന്നൊക്കെയാണ് പറയണത്. സിംപിളി ദേ ആർ ടെല്ലിങ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇനിയിപ്പം പ്രിസർവേഷന്, അതായത് നമ്മൾ ഏറ്റവും മാക്സിമം ഉള്ളത് വെച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ മകളിൽ തമ്പുരാക്കന്മാർ കേസ് കഴിഞ്ഞ് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കേസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്പുരാക്കന്മാർ അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് നോക്കിയിട്ടും സ്റ്റംപ് ക്ലോഷർ ആയിരിക്കും പറയണത്, അതായത് ഇതിന്റെ റിമൂവൽ ആയിരിക്കും പറയണത് കംപ്ലീറ്റ്ലി. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര 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 പരിതാപകരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ സെന്റർ ആയിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നറിയാവോ? അവിടെ പോലീസുകാരടക്കം ഡോക്ടർമാരെടുത്ത് അടികൂടാനേ വഴിയുള്ളൂ. പോലീസുമാരൊക്കെ താലപ്രാന്തെടുത്താണ് അതിനകത്ത് നിൽക്കുന്നത്, സത്യം പറയല്ലോ. ഇന്നലെ ഒരുപാട് പോലീസുകാരെടുത്തോട് സംസാരിക്കാൻ പറ്റി. സർക്കിൾ ഉദ്യോഗസ്ഥരുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ പറ്റിയപ്പോഴത്തേക്കാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായത്. അവിടെ അവർ സ്ഥിരം അടിയും വഴക്കും കാര്യങ്ങളുമാണ്. പിന്നെ ഇതൊന്നും ഈ പറഞ്ഞ കണക്ക് ഒരു മീഡിയ കവറേജ് ഒന്നിനൊന്നും കൊള്ളത്തില്ല. കാരണം ആകെ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്ന് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കാകെ എന്തോ ഉള്ളത്, എന്തെങ്കിലും കേസുകൾ വന്നു കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, മെഡിക്കൽ കോളേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഇൻഷുറൻസ് ഉള്ള, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കവറുള്ള ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ജീവൻ വേണോ മക്കളെ, മെഡിക്കലിലോട്ട് കൊണ്ടുവരരുത്. കാരണം വേറെ ഒന്നുമില്ല, അവിടെ സമയത്ത് ഡോക്ടർമാർ വരത്തില്ല, ആവശ്യത്തിന് ഡോക്ടർമാരെ അവിടെ ഇല്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് അവർ വലിയ വലിയ കേസിനെ നോക്കുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും കുഞ്ഞായിരിക്കണം. ഇതൊക്കെയാണ് അവർ പറയുന്ന ന്യായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു സാധാരണ ഒരു ഒരു ഈ പറഞ്ഞ കണക്ക് ഒരു മീഡിയം ലെവലിൽ കേസസ് ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർ അവിടെ എന്ത് ചെയ്യും? അന്തം വിട്ട് കുന്തം ഒഴുകി നിൽക്കേണ്ട അവസ്ഥയാണ് അവിടെ. ജീവൻ വേണമെങ്കിൽ ആരും പോവരുത്. എൻ്റെ ഒരു സിൻസിയർ അഭിപ്രായം ഇന്നലെ കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. നമ്മുടെ റിലേറ്റീവ്സിനെ ആരെ കേസായാലും, നമ്മുടെ കേസായ പോലും മെഡിക്കലിലോട്ട് കൊണ്ടുപോകാൻ പറയരുത്. മെഡിക്കലിൽ കൊണ്ടുപോയാൽ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടായത്. അവിടെ ചെന്നപ്പം ഓരോരുത്തർ പറയണ കേൾക്കണം, ട്രീറ്റ്മെന്റ് കിട്ടാതെ അച്ഛനും ബ്ലഡ് ഞരമ്പ് പൊട്ടി മരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത്രയും പാടാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോണേന്ന് പറഞ്ഞാൽ. ഈ പേരൊക്കെ ഉള്ളൂ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നുള്ളത്. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോരാം. എൻ്റെ സിൻസിയർ ആൻഡ് ഹോണസ്റ്റ് ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ അവിടെ ഏകദേശം 7-7.5 മണിക്കൂർ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നു. അവിടെ നിന്നുള്ള സിൻസിയർ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഈ വലിയ വലിയ തുകയിലുള്ള ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളെല്ലാം സാധാരണക്കാരാണ്. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന, സപ്ലൈകോയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് എല്ലാവരും. വളരെ മോശമാണ് ഇതൊക്കെ. ആരെങ്കിലും ഉദ്യോഗസ്ഥർ ഏതെങ്കിലും അറിയുന്നെങ്കിൽ, മന്ത്രിമാരാരെങ്കിലും കാണുന്നെങ്കിൽ പതുക്കെ വണ്ടിയെടുത്ത് മെഡിക്കൽ കോളേജിലോട്ടൊന്ന് പോവുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകമായി ഒന്ന് പഠിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും വിട്ട്
ഇതൊക്കെ ഒന്ന് പറയണതൊക്കെ ഉള്ളതാണെന്നൊന്ന് അന്വേഷിച്ചിട്ടും ഒരു നടപടി എടുക്കുക. നാണക്കേടാണ് നമുക്ക് ആകെ ഉള്ളത് ഒരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വളരെ പരിതാപകരം. പിന്നെ വേറൊരു കേസ്, ബാത്റൂമിൽ പോവാനേ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇത് ആരുടെയെങ്കിലും ഒക്കെ കൈകളിലേക്ക് ഈ വീഡിയോകൾ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുക. ഇതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നല്ലൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻ്റെ ബൈ.